രുചികരമായിട്ടുള്ള നെയ്പ്പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഞാനിവിടെ ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്പ്പത്തൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളയ്ക്കുന്ന സമയത്തിന് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു അരപ്പ് കൂടി റെഡിയാക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും ഒരു 3-4 സ്പൂൺ നാളികേരം ചിരവിയതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പോളം വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം സ്ലോ ചെയ്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരത്തിൻ്റെ കൂട്ടും ഏകദേശം ഒരു 2 സ്പൂണോളം റവ, വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും മതിയാവും, അതും പിന്നെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മാവൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മാവൊക്കെ ഇത് നല്ലവണ്ണം ഇളക്കിയെടുത്ത് റെഡിയാണ്. നമ്മുടെ ഈ നെയ്പ്പത്തലിനുള്ള മാവ് നല്ലവണ്ണം പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നമുക്കിത് നന്നായി വൃത്തിയാക്കി കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ ഈ മാവ് മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മാവിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ചൂടുള്ള മാവിലേക്ക് തന്നെ ഞാനൊരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ നെയ്പ്പത്തലിന് അത്യാവശ്യം നെയ്യുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. നല്ല ചൂടുണ്ട്. ആ ചൂടോട് കൂടി തന്നെ നെയ്യ് ഒഴിച്ച് നമ്മളിത് ഈ ഒരു രീതിയിലാണ് മാവ് നല്ലവണ്ണം മയപ്പെടുത്തിയെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് 2 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഇങ്ങനെ റെഡിയാക്കി എടുത്ത മാവ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഓയിലിൻ്റെ അംശവും മാവിൻ്റെ അംശമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്രബ്ബറിൽ അല്പം ഡിഷ് വാഷ് ലിക്വിഡും കൂടി എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത് ഉപയോഗിച്ച് അപ്പോൾ തന്നെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഈസി ആയിട്ട് നമുക്ക് പണികൾക്കിടയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പണി ചെയ്ത് പത്തിരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒറ്റ പ്രാവശ്യം വെള്ളത്തിൽ മുക്കി തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീനായി കഴിഞ്ഞു. നമുക്കിനി ടെൻഷനൊന്നും കൂടാതെ തന്നെ ബാക്കി ജോലിയിലേക്ക് കിടക്കാം. നമ്മളൊരു പത്തിരി പ്രസ് എടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് അതിലേക്കൊരു പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മാവിൻ്റെ പകുതി പോർഷൻ മാത്രം എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഞെക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തണ്ട, ഒരല്പം കട്ടി വേണം നമ്മുടെ നെയ്പ്പത്തലിന്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതുപോലൊരു അടപ്പെടുത്തതിന് ശേഷം ഇങ്ങനെ മുറിച്ചെടുത്ത്
ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ നെയ്പ്പത്തിൽ കിട്ടിയിട്ടുള്ളത്. അത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ നെയ്പ്പത്തിൽ നമുക്കിതിൽ നിന്ന് ഇളക്കിയത് ഈ ഒരു കട്ടിയിലാണ് വരുന്നത്. ഇനി അടുത്ത മാവ് ഇതുപോലെ ഒന്ന് ഞെക്കിയതിന് ശേഷം നമുക്കിതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. നെയ്പ്പത്തിലൊക്കെ ഇതുപോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനുള്ള അയൺ കടായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വറുത്ത് കോരാനുള്ള ടിഷ്യൂ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്ടിയിൽ ചെറുതായതുകൊണ്ട് തന്നെ ഒന്ന് മാത്രമേ ഒരു സമയം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഫ്ലെയിം കിടക്കുന്നത്. നമ്മൾ നെയ്പ്പത്തിൽ ഇട്ടപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു. ഒന്ന് കളർ ചേഞ്ച് ആയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ചൂടൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അകത്തൂടെയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒന്ന് മുരിച്ചെടുക്കാൻ വെയിറ്റ് ചെയ്യാം. ഈ നെയ്പ്പത്തിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു വാസനയാണ് കിച്ചണിലൊക്കെ നിറയുന്നത്. നമ്മളെ ചതച്ചേർത്തിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയുടെയും എള്ളിൻ്റെയും വലിയ ജീരകത്തിൻ്റെയൊക്കെ ഒരു നല്ല ഫ്ലേവറാണ് നമ്മളിത് കഴിക്കുമ്പോഴും ഈ പൊരിക്കുന്ന സമയത്തും ഒക്കെ കിട്ടുന്നത്. രണ്ട് സൈഡും കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. ഫസ്റ്റത്തെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു കളറിലാണ് നമ്മുടെ നെയ്പ്പത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കണ്ടോ ഇട്ട ഉടനെ കുമ്പളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉള്ളു വേകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മീഡിയത്തിലോട്ട് ആക്കി കൊടുക്കാം. ഫസ്റ്റത്തേനും കാട്ടി രണ്ടാമത്തെയാണ് നമുക്ക് നല്ലവണ്ണം വീർത്ത് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ രണ്ട് സൈഡും നല്ല കളർ ചേഞ്ചായി ഉള്ളും വെന്ത് കിട്ടി. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും കോരി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ അത്യാവശ്യം നല്ല വെറുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം. നെയ്പ്പത്തിലുണ്ടാക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധയിൽ വന്നാൽ മതി, നമ്മുടെ ഫ്ലെയിമിൻ്റെ കാര്യം. അതായത് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമും പിന്നെ രണ്ട് സൈഡും ഒരിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമും അത്രയാകുമ്പോഴത്തേക്കും ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പരുവത്തിലുള്ള നെയ്പ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ നെയ്പ്പത്തലിൻ്റെ അകത്ത് ഞാൻ കാണിച്ചത് അതേ കണ്ടോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നെയ്പ്പത്തിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.